എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 മേടമാസം തൊട്ട് മീനമാസം വരെ വിഷുഫലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷുഫല ലാസ്റ്റത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് മേടമാസം തൊട്ട് ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും. അതായത് നമ്മൾ രാത്രി എത്ര കിടന്നാലും നമുക്ക് ഉറക്കം വരില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഓരോരോ ചിന്താമണ്ഡലം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അതായത് കഴിഞ്ഞു പോയ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ഉറങ്ങാത്തതുകൊണ്ട് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ദോഷത്തിൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ നെഗറ്റീവ് അടിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചിന്താകാര്യങ്ങൾ നമുക്ക് മാറാൻ വേണ്ടി നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മഹാദേവ മന്ത്രം പഞ്ചാക്ഷരി ജപിച്ച് കുടിക്കുന്നത് ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ഉറക്കം വരുമ്പോൾ മാത്രം കിടക്കുക. കഴിവതും തെക്കോട്ട് തലവെച്ച് കിടക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. കാരണം ഉറക്ക സംബന്ധമായ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി തെക്കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജിയും തലവെച്ച് കിടക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതായിരിക്കും. തെക്ക് കിഴക്കോട്ട് നമുക്ക് തലവെച്ച് കിടക്കാം. ഒപ്പം തന്നെ ഇടവമാസത്തിൽ പറയുന്ന പോലെ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ത്വക്ക് രോഗങ്ങൾ, അതായത് സ്കിന്നിന് എപ്പോഴും ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉടൻ തന്നെ സ്കിന്നിൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ഒപ്പം തന്നെ രാഹു ഇരിക്കുന്ന നവഗ്രഹത്തിൽ രാഹുവിന് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒരു കരിക്ക് കൊണ്ട് ഒരു അഭിഷേകം ചെയ്താൽ മതി മാസത്തിൽ. അപ്പോൾ ഈ ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ഒപ്പം തന്നെ മിഥുനമാസത്തിൽ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിന് എപ്പോഴും പ്രയാസ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ട് നടക്കുക, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ വൈകുന്നേരങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുകുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ദീപാരാധനയും അത്താഴ പൂജയും ചെയ്യാം. അപ്പോൾ നിലവിൽ ജോലിയുള്ള ഭക്തജനങ്ങളാണെങ്കിൽ ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച ചെയ്താൽ മതി. അല്ലാത്ത ഭക്തജനങ്ങൾ ചൊവ്വ വെള്ളിയാഴ്ച വഴിപാടുകൾ ചെയ്താൽ മതി. ഒപ്പം തന്നെ കർക്കിടക മാസത്തിൽ രേവതി നക്ഷത്രക്കാർ പ്രത്യേകമായിട്ടൊരു പറയേണ്ട ഒരു കാര്യമാണ് കടം കൊടുക്കരുത്. കാരണം കടം കൊടുത്ത ആ പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് കൂട്ടുകാരായിക്കോട്ടെ ബന്ധുക്കാരായിക്കോട്ടെ. അപ്പോൾ കടം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം പ്രത്യേകിച്ച് ചെയ്യരുത്. അങ്ങനെ കടം കൊടുക്കുവാണെങ്കിൽ ആ ഒരു പൈസ അവർ നിങ്ങൾക്ക് തിരിച്ചു തരത്തുമില്ല. നിങ്ങൾ അവരായിട്ട് വഴക്കിട്ട് പൈസ മേടിക്കുന്ന ഒരു അവസ്ഥയിലെത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറി നിൽക്കുക. അഥവാ കടം കൊടുത്തേ തീരുമെങ്കിൽ വിശ്വാസ രീതിയിലുള്ള കൂട്ടുകാർക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മൾ അശ്വാരൂഢ മന്ത്രം കൊണ്ട് ദേവിക്ക് താമര കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. 7 ആഴ്ച ചെയ്യേണ്ടത് ഒരു ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് ചിങ്ങമാസം നോക്കാം. ചിങ്ങമാസത്തിൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ നടക്കുന്നതായിരിക്കും. നിലവിലെ വിവാഹങ്ങളൊക്കെ വരികയും ഒപ്പം തന്നെ കണ്ട ആലോചനകളൊക്കെ അനുകൂലമായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഈ ഒരു ദോഷം മാറാൻ വേണ്ടി നമ്മൾ ബാണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ദേവീ ക്ഷേത്രത്തിൽ വളരെ അധികം ഉത്തമമായിരിക്കും. നമുക്ക് 7-3 തവണ ഈ പറയുന്ന പോലെ അർച്ചന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒപ്പം തന്നെ കന്നിമാസത്തിൽ കുടുംബപരമായിട്ടുള്ള വഴക്കുകൾ, ബന്ധുക്കളായിട്ട് വഴക്കുകൾ, ഇല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് നമുക്ക് വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രം അർച്ചന ചെയ്യുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ തുലാമാസത്തിൽ ധനപരമായ സാമ്പത്തിക വരവ്, അതായത് നമ്മൾ നേരത്തെ പൈസ ചോദിച്ച ആൾക്കാരൊക്കെ നമുക്ക് പൈസ തരുന്നതാണ്. ലോണുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ്. കടങ്ങളൊക്കെ ഒതുങ്ങി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മാസവും കൂടെയാണ് തുലാമാസം. ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ പോയി മഹാദേവന് ധാര നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ധനുമാസത്തിൽ കഷ്ടകാലങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും നമുക്ക് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കഷ്ടകാലങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് അഹോര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മകരമാസത്തിൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീണ്ടും ദോഷങ്ങളാണ്. അതായത് തടസ്സങ്ങൾ വരും. അവരെവിടെ പോയാലും ഒന്നെങ്കിൽ ആൾ കാണത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പൈസ കടം പേടിക്കാൻ പോവുകയാണ്, അപ്പോൾ ആ ആൾ കാണത്തില്ല. അപ്പോൾ അങ്ങനെ പല തടസ്സങ്ങൾ വരുന്നുണ്ട്. മാനസികപരമായിട്ട് ഒരു പിരിമുറുക്കങ്ങളും ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് എരിക്കിൻ്റെ മാലയോ കൂവളത്തിൻ്റെ മാല ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ല. ഒപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് വരുന്നതായിരിക്കും. ഒപ്പം തന്നെ കുംഭമാസത്തിൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചുകൊണ്ടെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ വരുന്നതാണ്. കഷ്ടപ്പെട്ടതിനൊക്കെ പ്രയോജനം ഉണ്ടാകുന്നതാണ്. വാഹനം മേടിക്കാനുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ സ്പീഡപ്പ് ആവാനും ദോഷങ്ങൾ മാറാൻ വേണ്ടി നവഗ്രഹ പൂജ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മീനമാസത്തിൽ അവർക്ക് സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരും രേവതി നക്ഷത്രക്കാർക്ക്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി കുടുംബപരമായ ദേവതകളെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അപ്പം നിലവിലെ രേവതി നക്ഷത്രക്കാരന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചില ആൾക്കാർ പറയും ചില യൂട്യൂബിൽ നല്ല വീഡിയോ ചെയ്ത്
അല്ലെങ്കിൽ രേവതി നക്ഷത്രക്കാർക്ക് വരുന്ന ഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ചിലവർ ചില നക്ഷത്രത്തിനെ പറ്റി മോശമായിട്ട് പറയുന്നത്. അപ്പം ഇത്ര മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും നമുക്ക് കൂടുതൽ നല്ലത് അനുഭവിക്കാനാണല്ലോ യോഗം നമുക്കിഷ്ടം. പക്ഷേ ഈ എല്ലാ ജ്യോത്സ്യന്മാരും രേവതി നക്ഷത്രക്കാർക്ക് വിഷുഫലം നല്ലതെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ചില ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ എണ്ണ കൊണ്ടു കൊടുക്കാതിരിക്കുക, ഇല്ലെങ്കിൽ രക്ഷസ് ഉണ്ടെങ്കിൽ രക്ഷസിന് നമ്മുടെ ഇവർക്ക് പാൽപ്പായസം കൊടുക്കാതിരിക്കുക. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രങ്ങൾ കാണും. ഈ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോകാതിരിക്കുക. കാരണം പരസ്പരം ബന്ധുക്കാർ തമ്മിൽ വഴക്കിട്ടുകൊണ്ട് അവർ ഈ പറയുന്ന നമ്മളാരും അവിടെ പോകത്തില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, വഴക്കിട്ട് വിട്ട് ശരിയാണ്, വഴക്ക് ചിലപ്പോൾ ഇന്ന് കാണുമ്പോൾ ചിലപ്പോൾ നാളെ അവർ നമ്മൾ മിണ്ടി നിൽക്കും. പക്ഷേ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോയിരിക്കണം. അവിടെ പോയി നമ്മുടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർ വരണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ജാതകത്തിലെയും നല്ല നല്ല ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത് അല്ലേ. അപ്പം രേവതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അച്ഛൻ വഴിയും അമ്മ വഴിയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ദേവതകളെ പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ ദേശദേവത, നിങ്ങൾ രേവതി നക്ഷത്രക്കാരാണെങ്കിൽ ഏതെങ്കിലും ഉപാസിക്കുന്നുണ്ടെങ്കിൽ ആ മൂർത്തിയുടെ ഒരു അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉപാസനമൂർത്തിയെ വിശ്വസിക്കുക. നിലവിലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ നേരിടേണ്ടവരാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യുന്ന ഒരു വഴിപാടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് 21 വലത്ത് വെച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഈശ്വരനോട് സമർപ്പിക്കുക. ഒപ്പം തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരി ജപിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുക. ആരെങ്കിലും ദോഷമെന്ന് പറയുകയാണെങ്കിൽ ആ ദോഷം നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണെന്ന് ഈശ്വരനോട് മാത്രം പറയുക. എന്ന് വെച്ചിട്ട് രോഗങ്ങളൊക്കെ വരുവാണെങ്കിൽ ഡോക്ടറെ കാണിക്കാതെ മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ട് അസുഖങ്ങൾ മാറില്ല. ഇപ്പോൾ ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ഈശ്വരൻ നമുക്ക് ഫലം ചെയ്യും. അപ്പോൾ ദോഷങ്ങൾ വരുമ്പം അത് മാറാൻ വേണ്ടിയുള്ള വഴിപാട് ഉൾപ്പെടെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പം ഭക്തജനങ്ങൾ ഈ പറയുന്ന വഴിപാട് രേവതി നക്ഷത്രക്കാർ ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ ദോഷങ്ങൾ മാറും. ഒപ്പം നമ്മുടെ കൂടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമസ്കാരം.